ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ ചെയ്യുന്നുണ്ട്? ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്. അങ്ങനെയല്ല അതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അവരൊരു ഷോർട്ട്സ് ഇട്ടാലോ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ചെന്നിട്ടാൽ മതി. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്ന് വസ്ത്രം ഇല്ലായിരുന്നു. മറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറുമറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറുമറയ്ക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ ഡ്രസ് കോഡ് വേണോ എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് 24 ചാനലിൽ ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ ഏതാനും ചില ജനപ്രതിനിധികൾ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ചേർന്ന ഒരു ചർച്ചയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 100% ഒരു ഡ്രസ്സിങ് കോഡ് നിർബന്ധമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സുകൾ ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് ധരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയുമുള്ള സ്ഥലത്ത് നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സുകൾ ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് ധരിക്കില്ല. അത്തരത്തിൽപ്പെട്ട ഒരു ഡ്രസ്സിങ് കോഡ് നിർബന്ധമാണ്. കാരണം ഇന്നത്തെ ചില സമൂഹത്തിൽപ്പെട്ട ചില കുട്ടികൾ പുറത്തേക്കിടുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മുഖം താത്തി നടക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സിങ്ങുകൾ തീർച്ചയായിട്ടും പൊതുസ്ഥലത്ത് നിന്നും വിലക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു ഉദ്ഘാടനത്തിലൊക്കെ വരുന്ന ചില ആൾക്കാർ ധരിക്കുന്ന ഡ്രസ്സുകൾ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വേദിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ വേണ്ടി തോന്നില്ല. നിങ്ങൾ പറയും നിങ്ങൾക്കത് നോക്കാതെ നിങ്ങളെ വൈക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മളൊരു കുടുംബമായിട്ട് നമ്മുടെ ഉമ്മയും ഉപ്പയും സഹോദരിയും അല്ലെങ്കിൽ അമ്മയും പെങ്ങളും ഏട്ടനൊക്കെ ആയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ മാറൊക്കെ തുറന്നു കിടക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും ആയിട്ടാണ് ഇപ്പോൾ പല നടിമാരും ഉദ്ഘാടനത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ വരും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അത് നിരീക്ഷിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ വിലക്കപ്പെടേണ്ടതും തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ മാന്യത എന്ന് പറയുന്ന ഒരു സാധനം അത് തീർച്ചയായിട്ടും എല്ലാവർക്കും നിർബന്ധമാണ്. അതിന് ഉതകുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതായിരിക്കും ഉത്തമം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ചർച്ചയുടെ ബാക്കി ഭാഗങ്ങൾ കാണാം. എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും
ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ അത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുപോലെയാണ്, അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? ഒരു സെക്കൻഡ്, പുരുഷന്മാരെ സംസാര പ്രസിഡന്റാ അല്ല അങ്ങനെ ഒരു സെക്കൻഡ്. അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. ആ സമയം ഞാൻ സംസാരിക്കും. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു പറഞ്ഞിട്ട് കാണുന്ന സ്ത്രീകളൊക്കെ മെക്കെട്ട് കയറുമ്പോൾ ആള് തെറ്റി. താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പറയുകയാണ്, നമ്മളൊരു സ്ത്രീയെ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ഡ്രസ്സാണ്. ആ ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഒരു വ്യക്തിത്വം നമ്മൾ അളക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് അവർക്കൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ബഹുമാനം കൊടുക്കുന്നതും. അത് ചുരുക്കി പറഞ്ഞാൽ സത്യമാണ്. നമ്മളൊരാളെ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ അവരുടെ മുഖത്തേക്കാണ് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരിട്ടിരിക്കുന്ന ആ ഡ്രസ്സും അവരുടെ ഒരു കോലവും കണ്ടാൽ തീർച്ചയായിട്ടും ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്തു പോകും. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി നിങ്ങൾ കാണണം. ഹനാൻ എന്ന് പറയുന്ന ഒരു സഹോദരി കൊടുത്ത മറുപടി നിങ്ങൾ കണ്ടില്ലേ? എത്രമാത്രം ദുഃഖിക്കുന്നതാണ്. സഹോദരി പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ധരിക്കുമെന്നാണ് പറയുന്നത്. ഹനാനോട് എനിക്ക് പറയാം, നിങ്ങൾ ഉടുത്തത് കഴിച്ചിട്ട് നടന്നാലും ഇവിടെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്നത്തെ പ്രശ്നമുണ്ടാവുന്നത് ഈ പ്രശ്നത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ധരിക്കുന്നത് കൊണ്ടും മറ്റും ആൾക്കാർ അതിലേക്ക് തീർച്ചയായിട്ടും പ്രലോഭനം സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോ നോക്കിയാൽ മതി, നിങ്ങളെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത സഹോദരിമാരും അമ്മമാരും തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ വന്ന് തെറി പറയുന്നു എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഈ ഹനാൻ എന്ന് പറയുന്ന കുട്ടി മത്തി കച്ചവടം ചെയ്ത് നമ്മൾ കണ്ടതാണ്. തിരുവോരത്ത് നിന്നുകൊണ്ട് ഒരു പെട്ടിക്ക് പുറത്ത് മീനൊക്കെ വെച്ച് വിറ്റിട്ട് അത്രയും ലളിതമായ ജീവിതത്തിൽ നിന്ന് പടിപടിയായിട്ട് കയറി വന്നിട്ട് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയൊക്കെ ആയപ്പോൾ തീർച്ചയായിട്ടും ഡ്രസ്സിൻ്റെ ഇറക്കങ്ങളെല്ലാം കുറഞ്ഞു. അതുപോലെ തന്നെ തൊള്ളയെ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന നിലയിലേക്ക് ആ കുട്ടി ഇന്ന് വളർന്നിരിക്കുന്നു. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഹനാനോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും വന്ന കാലം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലങ്ങൾ ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. പണം ഇന്ന് വരും, നാളെ പോകും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു രീതിയാണ്. നമ്മളൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമൊക്കെ നന്നാവണം. പക്ഷേ അതിൻ്റെ മുന്നേ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ തീർച്ചയായിട്ടും നന്നാവണം. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും യോജിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിലും ഒരു അത്യാവശ്യം മാന്യമായ ഡ്രസ്സെങ്കിൽ നമ്മൾ ധരിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ബാക്കി കാണാം. നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും. ഞാൻ പുച്ഛത്തോടു കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. പക്ഷെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിന് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവേണ്ടത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര
ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ആ ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല, കാരണം കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്, ഞാൻ പറയുന്നതല്ല. കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡ്രസ്സ് ഒരിക്കലും ഒരാളിന് പ്രൊവോക്കേറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റു ഒരാൾക്ക് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ സാർ? ഒരു കാര്യം, ഭർത്തായിട്ട് നടക്കുന്നവർക്കും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെന്താണ്, എന്തെങ്കിലും ഉണ്ടോ അതിന്? അത് ഞാൻ പറയുന്നത്, സി പെർവേർട്സിന് എന്തായാലും ഏത് കോലത്തിൽ കണ്ട ഒരാളിന്, ഒരു പെണ്ണിനോടായാലും പലതും തോന്നാം, അവരെന്തും ചെയ്യുന്നത്. അതല്ല ഒരിക്കലും സാധാരണ നടക്കുന്ന ഒരാളിനെ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും ഡ്രസ്സിനെയോ ഏതെങ്കിലും ഏതെങ്കിലും ഡ്രസ്സോ ഏജോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആളുകളോ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ഈ ഹോൾ സിസ്റ്റം, ഈ ഹോൾ ജനറലി പറയുമ്പോൾ ഈ ഹോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഈ റേപ്പ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ സെക്ച്വലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സെക്ച്വൽ അഗ്രഷൻ കാണിക്കുന്ന ആളുകൾ ആ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാവുന്നതാണെന്നല്ല, അവർ പൂർണ്ണമായും ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആളുകൾ ഈവൻ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് പോലും സെക്ച്വൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. അഥവാ ഈ ആളുകൾ പർദ്ദട്ടാള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്, അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. മറ്റു പല കാര്യങ്ങളും ഇവരുടെ ഇവർ അനുഭവിക്കുന്ന പ്രയാസം സഭ്യമായ ഡ്രസ് ഉപയോഗിക്കുക, പ്രശ്നം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ആരാണ് അതിന്റെ ഒരു ലൈൻ നിശ്ചയിക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിർവരമ്പിട്ടിരിക്കുന്നത്? ആരാണ് അത് കൊടുക്കുന്നത്? അത് അവനവൻ തന്നെയാണ്, ആ വ്യക്തി സ്വാതന്ത്ര്യവും. അദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. കാരണം നമ്മളൊരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ മറ്റൊരിടത്ത് എവിടെയെങ്കിലും നമ്മളത് തീർക്കും, അത് 100% ഉറപ്പാണ്. കാരണം ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ബോസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് പോയിട്ട് തീർച്ചയായിട്ടും അവരോട് നമ്മൾ എന്തെന്നില്ലാതെ ചൂടാവുന്ന സമയത്ത് പലപ്പോഴായിട്ട് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ചൂടാവുന്നത്? ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ചാടിക്കയറുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാം. തീർച്ചയായിട്ടും അത് കല്യാണം കഴിച്ച് ജോലിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കേച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറഞ്ഞ 100% സത്യമാണ്. അങ്ങനെ തന്നെയാണ് ചില ടാർഗറ്റുകൾ, ചില സ്ഥലത്ത് അവർ ആഗ്രഹിച്ച സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മേത്ത് തീർക്കുന്ന ഒരു സ്വഭാവം ചില മനുഷ്യരിൽ കണ്ടുവരുന്നുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞ തിയറിയുടെ ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 7 വയസ്സും അതുപോലെ തന്നെ 10 വയസ്സുമുള്ള കുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കുട്ടി ചൂണ്ടിക്കാണിച്ചത് ഡ്രസ്സിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇത്തരത്തിൽപ്പെട്ട ചില ടാർഗറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പ്രലോഭനം അത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം തീർക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. സെക്ഷലി അഗ്രസീവ് ആവുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അതുമുണ്ട്. കാരണം ചില ഡ്രസ്സുകൾ, ചില കോലങ്ങൾ കാണുന്ന സമയത്ത് ചില മനുഷ്യന്മാർക്ക് അതിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങൾ വരെ തെളിയിക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇല്ലാതാവണമെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത്, ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത്, ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മാന്യമായ ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മൾ കൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടാകരുത് എന്നെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിക്കണം. കാരണം നിങ്ങൾ ഒരിക്കലും ബെഡ്റൂമിൽ ധരിക്കുന്ന ഡ്രസ്സ് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ധരിക്കാൻ വേണ്ടി പാടില്ല. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും മാത്രമുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിച്ചോളൂ, ഇനി ഒന്നുമില്ലാതെ നിങ്ങൾ ഇരുന്നോളൂ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു ബസ്സിലേക്ക് കയറി വന്നിട്ട് ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ വൃത്തികെട്ട ഡ്രസ്സുകൾ ധരിക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങളെ നോക്കില്ല. പക്ഷേ ചില മനുഷ്യന്മാർ തീർച്ചയായിട്ടും അതിലേക്ക് അഗ്രസീവ് ആവുന്നു. അങ്ങനെ അവർക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ
മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഈ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ കയറിപ്പിടുത്തത്തിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി ഏതായാലും ഈ സഹോദരിമാർക്ക് മൊത്തത്തിലുള്ള ഒരു വയറ് നിറച്ച് കൊടുക്കൽ ഒരു ആൻറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ആൻറ്റിയുടെ തീർച്ചയായിട്ടും അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അത് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇനി കോർപ്പറേറ്റുകൾക്ക് എന്തിനാ ഡ്രസ് കോഡ് വെച്ചിരിക്കുന്നത്? കോർപ്പറേറ്റ് ഓഫീസുകൾ അപ്പൊ ഒരു ഡ്രസ് കോഡ്, ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ടൊരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അത് എന്താ പറയാ, ഒരു അശ്ലീലം എന്ന് ആരാണ് ഈ മാനദണ്ഡം തീരുമാനിക്കുക? അത് സാറേ, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് അതിനൊരു നമ്മൾ മാനദണ്ഡം ഉണ്ടല്ലോ, ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്നതിനകത്ത് സമൂഹം നമുക്ക് നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ നേരത്തെ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞു, ഈ സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം? എന്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇങ്ങനെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സാറിന്റെ മൂക്കിന്റെ പരിധി കഴിഞ്ഞു പോയാൽ അതെന്റെ സ്വാതന്ത്ര്യം ആണല്ലോ. മൂക്കാവണ്ട കയറി ഇടിച്ചാൽ നമ്മുടെ അപ്പൊ അവിടുന്ന് അത് ആപേക്ഷികമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് അസ്വാതന്ത്ര്യം, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അവർക്ക് ഇവരുടെ വസ്തുതാന ഒരു അസ്വാതന്ത്ര്യം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. രണ്ട് കൾച്ചറിന്റെ ഒരു, രണ്ട് സംസ്കാരത്തിന്റെ ഒരു സംയോജനം കൂടിയുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ ഇടയിലുള്ള ഒരു നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായാൽ ആ പൊതുബോധത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ നേരത്തെ സാരി ഉടുത്തോണ്ടിരുന്ന ആളാണ്. എന്നെ അറിയുന്നവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോ സാരി ഉടുത്തിൽ നിന്ന് എനിക്ക് ഇപ്പൊ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ചുരിദാർ ഇട്ടാൽ, ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ് ഇപ്പോ. അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ ശരീരം മറച്ച്, അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ, ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരീരം മറച്ചുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രസ് കോഡ് അംഗീകരിച്ചേ പറ്റുള്ളൂ. ബാങ്ക് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും സൈന്യത്തിൽ ഒരു സംശയം ചോദിക്കും സഹോദരി, ഈ ഡ്രസ്സിൽ മൂക്കും കൂടെ മറച്ചോണ്ട് നടക്കാൻ പറ്റുമോ? എന്തായാലും ഇത് മറച്ചല്ല, ശരീരം മറഞ്ഞു എന്ന് പറയുന്നത്. മാഡത്തിനോ പെട്ടെന്ന് ഉടുപ്പ് പിടിക്കേണ്ടി വന്നു. ശരീരം മറഞ്ഞിട്ടില്ല, ഉടുപ്പ് കുറച്ച് ടൈറ്റ് ആണ്, അതുകൊണ്ട് മാഡം അതില് ഡിസ്റ്റർബ്ഡ് ആണ്. ആ ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അന്യന്റെ മൂക്കിന്റെ തുമ്പ് വരെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ. ആ മൂക്കുമേൽ തൊട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് നമുക്ക് അടിയും കിട്ടും. അത് തന്നെയാണ് നമ്മളെല്ലാവരോടും പറയാനുള്ളത്. ഡ്രസ്സുകൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ഈ രാജ്യത്ത് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അധികാരവുമുണ്ട്. പക്ഷേ അത് അന്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ധരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും സമൂഹത്തിൽ തരത്തിൽപ്പെട്ട ചർച്ചകൾക്കൊക്കെ പ്രാധാന്യം. പിന്നെ ആ സഹോദരി പറഞ്ഞ മറ്റൊരു കാര്യം, പുതുതലമുറ പഴയ തലമുറ, അത് തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസമുണ്ട്. അത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. എത്ര ഇല്ല എന്ന് നിങ്ങൾ ലിബറലൈസ് ചെയ്ത് പറഞ്ഞാലും അത് ഉണ്ട്. കാരണം പണ്ടത്തെ കാലത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ അപ്പൂപ്പന്മാർക്കും അതുപോലെ കാരണവന്മാർക്കും എല്ലാം സമൂഹത്തിൽ നല്ല വിലയും അതുപോലെ തന്നെ പേടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരെ ഒരു പേടിയായിരുന്നു. എന്ത് ധരിച്ചു കഴിഞ്ഞാലും അവർ എന്ത് പറയും, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും തുന്നുന്നതും ഇടുന്നതും എല്ലാം തന്നെ. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചിലപ്പോൾ അച്ഛനമ്മമാരുടെ അഭിപ്രായത്തിന് യാതൊരു മൂല്യവും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അച്ഛനമ്മയും പേടിച്ചിട്ട് ഇനി അവർക്കെന്താണോ അതങ്ങ് ഇട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്ന ഒരു മട്ടിലാണ് ഇന്നത്തെ കാലത്തെ ഒരു ജീവിതം. തീർച്ചയായിട്ടും ആ സഹോദരി പറഞ്ഞതിനോട്, തീർച്ചയായിട്ടും ആ ചേച്ചി പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. പിന്നെ പറഞ്ഞതുപോലെ ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മളോട് പറയുന്നത് നിഷ്കർഷിക്കുന്നുണ്ട്, ശരീരം കാണാത്ത ഡ്രസ്സുകൾ ഇടണം. ആ സഹോദരി ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ അത്തരത്തിലൊരു ചിട്ടയുണ്ട്. അതിനനുസരിച്ചാണ് ആ സഹോദരി അത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് അവിടെ പോകുന്നത്. നമ്മുടെ പട്ടാളത്തിന് ഡ്രസ് കോഡുണ്ട്, നമ്മുടെ നേഴ്സുമാർക്ക് ഡ്രസ് കോഡുണ്ട്, പല സ്ഥലങ്ങളിലും അതുണ്ട്. തീർച്ചയായിട്ടും പൊതുസ്ഥലങ്ങളിൽ അത് നിർബന്ധമാണ്. എന്തുകൊണ്ടത് നിർബന്ധമാക്കിക്കൂടാ എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ചോദ്യം. സാമാന്യമായിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊതുപരിപാടിയിലും പൊതുസ്ഥലങ്ങളിലും പാലിക്കുന്നത് ഔചിത്യമാണ് എന്നുള്ളതാണ്. അതാരും അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. അത് തന്നെയാണ് സ്വാതന്ത്ര്യം. അല്ലാതെ ബെങ്കിനി ഇട്ടിട്ട് നമ്മൾ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്നതോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇരിക്കുന്നതോ അതൊരു സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 24 ചാനലിനും നമ്മുടെ ശ്രീകണ്ഠൻ നായർക്കും നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ ഇതിന് മുന്നേ നിങ്ങളെ ഇതിലൂടെ കാണിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 24 ചാനലിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുക പൊതുസമൂഹത്തിൽ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.